നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആലപ്പുഴയിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡാട്ടോ. രാവിലെ ഒന്ന് അവിടെ പോയി ഫുഡൊക്കെ കഴിക്കാമെന്ന് വെച്ച് അങ്ങനെ. ഇപ്പോൾ സമയം ഒരു 6:30 കഴിഞ്ഞ് കാണും. 7 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ആലപ്പുഴ റീച്ച് ചെയ്യണം. റീച്ച് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു, നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, നമുക്ക് സംസാരിച്ച് പോയിട്ട് പോകാം കേട്ടോ. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പ്, നല്ല മഞ്ഞ്, ചെറിയൊരു മഞ്ഞുമുണ്ട്. ഇപ്പോൾ 6:30 സമയം, എന്നാലും ഈ ക്ലൈമറ്റ് ഉണ്ടല്ലോ, ഇതിൽ ടൂ വീലർ കാറിൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ അത് ഹേസി ആയിട്ടായാലും ഓടിക്കാമല്ലോ. പക്ഷേ ബൈക്ക് ഓടിക്കുന്നവരെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ വണ്ടി ഓടിക്കാൻ എന്ത് സുഖമാണെന്നറിയോ. ഇതൊരു പ്രത്യേക ഒരു ഫീലാണ്. ഇപ്പോൾ കാറിലെ ഗ്ലാസ് കയറ്റിയിട്ട് പോകുന്നവർക്ക് പ്രകൃതിയായിട്ട് പെട്ടെന്ന് അടുക്കാൻ കഴിയത്തില്ലല്ലോ. ഇതാകുമ്പോൾ നമ്മൾ തണുപ്പും വെയിലും കാറ്റും എല്ലാം അടിച്ച് സുഖമായിട്ട് പോകും. അപ്പോൾ ഞാൻ ഇന്ന് ഓടിക്കുന്ന ബൈക്ക് ഹോണ്ടയുടെ CB350 RS എന്ന് പറയുന്ന ബൈക്ക് കേട്ടോ. വണ്ടി പൊളിയാണ്. അത്യാവശ്യം എക്സോസ്റ്റ് നോട്ടുണ്ട്, പവറുണ്ട്, വൈബ്രേഷൻ ഇല്ല, മൈലേജും കിട്ടും. നല്ല വണ്ടി കേട്ടോ. ഞാൻ ഹസാർഡ് സ്വിച്ച് ഇട്ടേക്കുന്നില്ല, ലൈറ്റ് ഇട്ടേക്കുന്നത്. അങ്ങനെ ഇൻഡിക്കേറ്ററിലെ ഹസാർഡ് ഇട്ടിട്ടാണ് ഓടിക്കുന്നത് കേട്ടോ. സാധാരണ റൈഡ് പോകുമ്പോഴല്ല, ടൂ വീലറായിട്ട് ഇറങ്ങുമ്പോൾ എന്തായാലും ഒരു ഹെഡ്സെറ്റൊക്കെ ഇടുന്നതായിരുന്നു. പക്ഷേ ഇത് ലൈറ്റ് ആയതുകൊണ്ട് എടുക്കാനും മറന്നുപോയി. ലൈറ്റ് ആകുമ്പോൾ പല കാരണമുണ്ട്. എണ്ണിക്കാൻ ഒക്കെ നേരത്തെ എണ്ണിച്ച്. എൻ്റെ ജാക്കറ്റ് ഉണ്ടായിരുന്നു, റൈഡിങ് ജാക്കറ്റ്. അത് ഞാൻ എവിടെ വെച്ച് ആ വെച്ചെടുത്ത് അമ്മ എടുത്ത് വെച്ച്. അങ്ങനെ രാവിലെ എല്ലാം തപ്പി എടുത്ത് കിട്ടിയില്ല, സാധനം കിട്ടിയില്ല. വീട്ടിലുണ്ട്, എവിടെയാണെന്നറിയത്തില്ല. സൂക്ഷിച്ച് വെച്ചത് എവിടെയാണെന്നറിയത്തില്ല. ഇത് കണ്ടോ, ഫ്രണ്ടിൽ പോകുന്ന കാറിൻ്റെ മണ്ടയ്ക്ക് ഇത് വേറൊരു കാറും കൊണ്ടുപോകുന്ന. ഇത് മുമ്പിലൊരു പ്ലേസ് ഉണ്ട്, അതായത് ലെഫ്റ്റ് സൈഡിലാണ്. ഇപ്പോൾ എത്തും, കാണിച്ചു തരാം. അതായത് ലെഫ്റ്റ് സൈഡിലൊരു സ്ഥലമുണ്ട്. ഇവിടെ ഇത് വൈകുന്നേരം പറഞ്ഞവിടെ സൂര്യാസ്തമയം, സൂര്യന് കറക്റ്റ് റെഡായിട്ട് എന്ത് രസമെന്നറിയാം അവിടെ. ഞാൻ ഇടയ്ക്ക് ഇതിൽ പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ടായിരുന്നു. ഒരു പ്രത്യേക ഒരു വൈബ് കേട്ടോ അത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് കുറച്ച് പെട്ടെന്ന് എത്തേണ്ട കാരണം കൊണ്ട് ഞാൻ ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് വെക്കാൻ പോട്ടോ. പിന്നെ കുറച്ച് ഇതിൽ പോകണം. അപ്പോൾ സംസാരിക്കാനോ അല്ലെങ്കിൽ നോക്കാനോ ശ്രദ്ധിക്കാനോ ഒന്നും ടൈമില്ല. അപ്പോൾ ക്യാമറ ഓഫ് ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. നമ്മളിപ്പം ആലപ്പുഴ എത്തി കേട്ടോ. പിന്നെ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഹെൽമെറ്റിൽ ക്യാമറ വെക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ഫേസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ. റൈഡ് സ്റ്റാർട്ടാവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ബൈക്കിലോട്ട് കയറിയിരിക്കാം. അപ്പോൾ നിർത്തിയെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പുള്ളിക്കാരനെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു കംഫർട്ടിന് പുള്ളിക്കാരനെ തിരിഞ്ഞിരുന്ന കേട്ടോ. പിന്നെ യാത്ര പിന്നെയും തുടങ്ങാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ഫ്ലൈ ഓവർ കേട്ടോ, ബൈപ്പാസ്. അപ്പോൾ അതിന് മേലയിൽ കൂടെ ഇങ്ങനെ യാത്രയും ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇന്നെന്തായാലും സൺഡേ ആയതുകൊണ്ട് അധികം ട്രാഫിക്കില്ല, തിരക്കില്ല. സിറ്റിക്കകത്തൂടെ ആയാലും ഫ്രീ ആയിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്, മീൻസ് റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, തിരക്കില്ലാത്തതുകൊണ്ട്. അതിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടാണോ അതോ ഇത്രയും രാവിലെ ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല കേട്ടോ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 7:30 ടൈമിൻ്റെ ആണോ അതോ സൺഡേ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഈ ടൈമിൽ ഞാൻ ഇവിടെ വന്നിട്ടില്ല, എനിക്കറിയത്തില്ല.
നമ്മൾ ശരിക്കും ഇപ്പോൾ പോകുന്ന ലൊക്കേഷൻ ആലപ്പുഴയിൽ തന്നെ നമ്മുടെ ഈ ഹൗസ് ബോട്ടൊക്കെ ഉള്ള സ്ഥലമുണ്ടല്ലോ, ആ ഒരു ഏരിയ. അത് നല്ല നല്ല ലൊക്കേഷൻ കേട്ടോ അത്. കുറേ ഹൗസ് ബോട്ട് കാണാം. പിന്നെ അവിടെ കുറേ മൂവീസൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം അത്. ഇലക്ഷൻ്റെ തിരക്കാണല്ലോ. ഞാൻ എല്ലാ വ്ളോഗിലും ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ തിരക്കിൻ്റെ പറയുന്നുണ്ടല്ലേ. കഴിഞ്ഞ വ്ളോഗിലും ഫ്ലാഗും മറ്റു കാര്യങ്ങളും ഇലക്ഷൻ്റെ തിരക്കാണ്. ഇതിൽ റാലി വന്ന്. ഓക്കെ ഫൈൻ, ആരായാലും ജയിക്കട്ടെ, നാട് നല്ലതാകട്ടെ. തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ, നമുക്ക് കുറച്ച് മുമ്പോട്ട് പോയിട്ട് സംസാരിക്കാം കേട്ടോ. നല്ല തിരക്കുണ്ട്. കുറച്ച് മുമ്പേ തിരക്കില്ലെന്ന് നല്ല സുഖമായിട്ട് ഓടിക്കാമെന്ന് പറഞ്ഞതല്ലേ, അപ്പോഴത്തേക്ക് തിരക്കായി. എന്താണിങ്ങനെ? ഇപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ലൊക്കേഷനിലെത്തി കേട്ടോ. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. വണ്ടിയൊക്കെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തൊരു വ്യൂ ആണെന്നറിയാം. പൊളി സംഭവം കേട്ടോ, പൊളി സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പൊറോട്ട, അപ്പം, ബീഫ്, ചിക്കന്. ഇപ്പം ഫുഡ് കഴിക്കാൻ എല്ലാവരും തയ്യാറാവുകയാണ്. എല്ലാവരും തയ്യാറായി, ഞാൻ തയ്യാറായില്ല, ഞാൻ തയ്യാറാകാൻ പോവുകയാണ്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഫുഡ് കഴിഞ്ഞു. പിന്നെ ഫോട്ടോഷൂട്ട് ഇൻസ്റ്റയിലൊക്കെ ഇടാനായിട്ടൊക്കെ ഫോട്ടോ റീൽസ് അതൊക്കെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഒരു 1 hour 2 hour സ്പെൻഡ് ചെയ്ത് കേട്ടോ. അപ്പം ശേഷം വീണ്ടും യാത്ര തുടങ്ങി. ഇതിൽ പൊളി വ്യൂ, നല്ലൊരു വ്യൂ ആയിരുന്നു. അതുപോലെ ഇപ്പം ആ വ്യൂവിൻ്റെ അടുത്തൂടെ വണ്ടി ഓടിക്കാൻ പറ്റുന്നതുണ്ടല്ലോ, അതും പ്രത്യേകിച്ച് എടുത്തു പറയണ്ടേ. ആ കായലിൻ്റെ സൈഡിൽ കൂടെ തന്നെ വണ്ടി ഓടിക്കാൻ പറ്റുന്നതും ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. ഇതാകുമ്പോൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കുക, വീട്ടിൽ വരിക എന്നുള്ളതായിരുന്നു. അതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ഇത്ര നല്ലൊരു വ്യൂ, റൈഡ് കായലിൻ്റെ അടുത്തൂടെ, അതൊക്കെ നല്ല രസം കേട്ടോ. പിന്നെ ആരും തെറ്റിദ്ധരിക്കില്ല കേട്ടോ, അത് ഫ്രണ്ടിൽ പോകുന്നത് ക്യാമറയാണ്, സ്റ്റിക്കിലാക്കിയിട്ട് പൊക്കി പിടിച്ചേക്കുക വിളിക്കാൻ കേട്ടോ. ആത്മാർത്ഥത വർക്കിനോടുള്ള. വീഡിയോ ഒക്കെ കിട്ടിയാൽ മതിയായിരുന്നു എഡിറ്റ് ചെയ്തിട്ട് നല്ലപോലെ. കുറേ വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ അത്രയും റെക്കോർഡ് ചെയ്തില്ല. പല രീതിയിൽ എടുത്ത് വെച്ച് പല രീതി വീഡിയോ എടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ. ഇതൊക്കെ കിട്ടുമോ എന്തോ അറിയത്തില്ല. പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു പ്രതീക്ഷ വേണ്ടെന്ന്. കാരണം എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ വീഡിയോ എങ്ങനെ ആർക്കും വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എടുക്കാം. പക്ഷേ ആ എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യുന്നൊരിതുണ്ടല്ലോ, അതാണ് പാട്. എഡിറ്റിങ്ങാണ് പാട്. വീഡിയോ ആർക്ക് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ആ എടുത്ത വീഡിയോ മനോഹരമാക്കണോ വേണ്ടോ, അതായത് പൊളി, അടിപൊളി വീഡിയോ കണ്ടിട്ട് അടിപൊളി എന്ന് പറയുകയാണെങ്കിൽ അത് വീഡിയോ എടുത്തവൻ്റെ കഴിവുണ്ട്, അതിലുപരി എഡിറ്റ് ചെയ്യുന്നവൻ്റെ കഴിവാണ്. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം, കാത്തിരിക്കാം. പുള്ളിക്കാരൻ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് തരുവാണെങ്കിൽ ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്നത്തേക്കാവുമെന്നറിയത്തില്ല, നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ വെള്ളവും ബോട്ടും എല്ലാം കഴിഞ്ഞു. ഹൗസ് ബോട്ടും വെള്ളവും കായലും എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പം നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്തോട്ട് വന്നു കേട്ടോ. ഇത് പക്ഷേ ഇപ്പോൾ എന്താ ഇങ്ങനെ കിടക്കുന്ന അറിയത്തില്ല. പക്ഷേ മറ്റേ നട്ട് വെക്കത്തില്ല നെല്ലൊക്കെ. നെൽകൃഷി ചെയ്യുന്ന സമയത്ത് നല്ല രസമായിരിക്കും, നല്ല വ്യൂ കിട്ടും. എല്ലാം പച്ച കളറിലെ കണ്ടോ. നീ അപ്പൂപ്പൻ എന്തോ പറഞ്ഞു, മനസ്സിലായില്ല.
എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്തായാലും ഒരു സ്പീഡൊക്കെ പെട്ടെന്ന് കുറച്ചല്ലോ. റോഡ് പോകത്തില്ലേ? അവിടെ കുറേ ആൾ നിൽപ്പുണ്ടല്ലോ. നല്ല എടുത്തോണ്ടിരിക്കും കേട്ടോ. വലിയ വണ്ടി കിടപ്പുണ്ട് റോഡ്. പോകത്തില്ല. തിരിച്ചോ. ഇപ്പോഴാണ് മനസ്സിലായ അപ്പൂപ്പൻ എന്തുവാ പറഞ്ഞത്. നോമ്പ് വരെ അപ്പൂപ്പൻ നടന്ന് കൈ കാണിച്ചില്ലായിരുന്നു. മോനെ പോകണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ ഞാനത് ടാറ്റയാന്ന് വിചാരിച്ച അപ്പൂപ്പ. സോറി. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കണം. ലെഫ്റ്റ് എടുത്തതിൻ്റെ അകത്തൂടെ കയറി വേണം അപ്പുറത്തെ റോഡിൽ പോകാൻ. എന്ത് ഓഫ് റോഡാണോ? കൊള്ളാമല്ലോ. ഇപ്പോൾ ഓഫ് റോഡ് റൈഡുമായി. എല്ലാം എന്തൊക്കെ പരിപാടിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് റൈഡിന് വന്നിട്ടിപ്പം ഓഫ് റോഡ് റൈഡ് വരെ നമ്മൾ ആഡ് ചെയ്ത് കണ്ടോ. അതാണ്. അത് കൊള്ളാം. പോട്ടെ. അയ്യോ, എൻ്റെ വീഡിയോഗ്രാഫർക്കൊന്നും പറ്റില്ല ഈശ്വര. ഇത് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പോവാം. എന്തായാലും ഇതിലെ വന്നത് കാര്യമായി കേട്ടോ. മൊത്തത്തിലൊരു നല്ലൊരു വൈബായിരുന്നു. എന്നാലും ചുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡിന് വന്നിട്ട് നമ്മളിപ്പോൾ എന്തൊക്കെ കണ്ട് എന്തൊക്കെ ചെയ്ത് ഓഫ് റോഡായി. നല്ലൊരു വ്യൂ കിട്ടി. ഹൗസ് ബോട്ടിൽ സൈഡിൽ കൂടെ ഒരു വണ്ടി ബൈക്ക് ഓടിക്കാൻ പറ്റി. കായൽ തീരത്തിൻ്റെ സൈഡിൽ കൂടെ. താങ്ക് ഗോഡ്. അപ്പോൾ ഗൈസ്, നമുക്ക് പിരിയാൻ സമയമായി. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അതായത് ഇപ്പോൾ ഒരു പുതിയൊരു ബ്രിഡ്ജ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അവിടെ നമുക്കൊരു 2 റൗണ്ട് ഇങ്ങനെ കറങ്ങിയിട്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ്, വീഡിയോ കാണുന്നവർ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതായത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊരു കമൻ്റായിട്ട് പറഞ്ഞാൽ മതി. ഞാൻ റീപ്ലൈ തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് പിരിയാൻ സമയമായി. നമുക്ക് മറ്റൊരു ബ്ലോഗിൽ നമുക്ക് കാണാം. മറ്റൊരു വ്ളോഗ് 2-3 ദിവസത്തിനുള്ളിൽ വരും. അപ്പോൾ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ബെല്ലൈക്കണോ നമുക്ക് കേൾക്കണം ഗൈസ്. അപ്പോൾ എല്ലാവരും ഹാപ്പിയായി, ഹെൽത്തൊക്കെ നല്ലപോലെ നോക്കി സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വ്ളോഗിൽ നമുക്ക് കാണാം കേട്ടോ. അതുവരെയും ടാറ്റ, ബൈ, സീ യു.